നന്നായി കഴുകി വൃത്തിയാക്കിയ ഉടതമീൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ സ്പൂൺ മുളകും പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ചെറിയ ടീസ്പൂണാണ് കേട്ടോ. ഒന്ന് മൊരിഞ്ഞ് വന്നപ്പോൾ, മൊരിഞ്ഞ് വരിക എന്ന് വെച്ചാൽ നമ്മളെ പുളിയുറുമ്പിൻ്റെ കാല് എന്നൊക്കെ പറയില്ലേ, പുളിയുറുമ്പിൻ്റെ കളറ്, ആ കളറാവുമ്പോൾ തേങ്ങയിലേക്ക് ഈ മല്ലിപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ടിട്ട് അതിൻ്റെ ഒരു മണം പോണ വരെ, ഒരു പച്ചമണം പോണ വരെ ഒന്ന് ഇളക്കുക. തേങ്ങ വറക്കണേലേക്ക് ഞാൻ കുരുമുളക് ഇട്ടുണ്ട്, പിന്നെ വലിയ ജീരകം, പെരിഞ്ജീരകം ഇട്ടുണ്ട്, പിന്നെ ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത് അതിട്ടുണ്ട്, വെളുത്തുള്ളി അതരിഞ്ഞത് ഇട്ടുണ്ട്, പിന്നെ കറിവേപ്പിലയും, കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ടാണ് ഞാൻ തേങ്ങ വറുത്തത്. തേങ്ങ ഒക്കെ ഒരുവിധം മൊരിഞ്ഞുണ്ട്. എല്ലാതും മുളകും മല്ലി മഞ്ഞളൊക്കെ പച്ച മണമൊക്കെ പോയിട്ടുണ്ട്. ഇത് ഇറക്കാം. തീ ഓഫാക്കി ഇറക്കാം. അരപ്പെല്ലാം നമ്മൾക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ക്യാമറ അരപ്പെല്ലാം നമ്മൾക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ക്യാമറ പിന്നെ ഈ അരപ്പും ഇതിലേക്ക് ഒഴിക്കുക. ഇനി ഇതൊന്ന് ജാറിലുള്ളതൊക്കെ ഒന്ന് കഴുകി ഒഴിക്കും. ഇതിലേക്ക് കുറച്ച് പുളി ഒഴിക്കുന്നുണ്ട്. പിന്നെ ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി അതിലൊരു തുണ്ടം ഇഞ്ചിയും ചതച്ചിടും കേട്ടോ. പിന്നെ തക്കാളി മുറിച്ചിടും. കൂടിയും വെള്ളം ഒഴിക്കുന്നുണ്ട്. നന്നായി വറ്റി കുറുകി വന്നാലാണ് നമ്മൾ മീനിടുള്ളൂ. അപ്പോൾ അതിനാവശ്യമായ വെള്ളവും ഒഴിച്ചിട്ടാണ് വയ്ക്കുക. ഞാൻ ഒരു തക്കാളി, ചെറിയൊരു തക്കാളി അരിഞ്ഞതും 2 പച്ചമുളക്, നാടൻ പച്ചമുളകാണ് കേട്ടോ അതും, പിന്നെ ഇഞ്ചിയും നാടൻ ഇഞ്ചി തന്നെയാണ്, അതും കൂടി എൻ്റെ വീട്ടിലുണ്ടായതാണ്. ഇതെല്ലാം ഞാൻ ചേർക്കുന്നു ഇതിലേക്ക്. നന്നായി തിളച്ച് വന്നിട്ട് ഞാനൊന്ന് വറ്റി വരണം. ഇന്ന് കുടുത മീൻ കറിയാണ് വെക്കുന്നത്. കുടുത മീൻ കറി, കറിയെല്ലാം സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.
ഇത് ഉള്ളി തളിച്ച് വയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് മൂത്ത് കഴിഞ്ഞാൽ ഇതിൽക്കൊഴിച്ച് കഴിഞ്ഞാൽ കറി ശരിയായി. ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ കറി ശരിയായി. കറി ഇനി ടേസ്റ്റ് നോക്കണം.